أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يستوي الأعمى والبصير ولا الظلمات ولا النور ولا الظل ولا الحرور وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور إن أنت إلا نذير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1503 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിറിലെ 19 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما يستوي الأعمى والبصير ولا الظلمات ولا النور ولا الظل ولا الحرور وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور إن أنت إلا نذير. صدق الله العلي العظيم. സൂറത്ത് ഫാത്തിറിലെ 19 മുതൽ 23 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ ആദ്യഘട്ടത്തിലെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനോട് ആളുകൾ സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ അവർ യഥാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് എത്ര ബുദ്ധിശൂന്യമായതാണ് എന്നത് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ ആയത്തുകളിൽ പരാമർശിക്കപ്പെടുകയുണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളിൽ അള്ളാഹു ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, സത്യമാർഗം ആരെങ്കിലും സ്വീകരിക്കുന്നു എന്നിട്ട് സുഹൃതം ചെയ്യുന്നതിൽ വ്യാപൃതനാകുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ അതിന്റെ ഗുണം അതിലൂടെ തസ്കിയത്ത് നേടുന്ന ആളുകൾക്ക്, അങ്ങനെ നിർവഹിക്കുന്ന ആളുകൾക്കാണ് അതിന്റെ ഗുണമുള്ളത്. അത് വേറെ ആർക്കെങ്കിലും വേണ്ടിയല്ല. വമൻ തസക്ക ഫഇന്നമാ യതസക്ക ലിനഫ്സി. ആരെങ്കിലും വിശുദ്ധി നേടുന്നുവെങ്കിൽ, ജീവിത വിശുദ്ധി നേടുന്നുവെങ്കിൽ അതിന്റെ ഗുണം, അതിന്റെ പ്രയോജനം ഫഇന്നമാ യതസക്ക ലിനഫ്സി, അവന്റെ തന്നെ പ്രയോജനത്തിനുള്ളതാണത്. എല്ലാവരും തന്നെ അള്ളാഹുലേക്ക് തിരികെ എത്താനുള്ളവരുമാണ്. ഒരാളും തന്നെ മറ്റൊരാളുടെ പാപഭാരം വഹിക്കുന്നതല്ല. ആരെങ്കിലും പേറാൻ കഴിയാത്തത്രയും ഭാരം ചുമക്കേണ്ടി വരുമ്പോ അതൊന്ന് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിൽ പോലും, ഒരാള് പോലും, അത് അടുത്ത ബന്ധുവാണെങ്കിൽ പോലും അതൊന്നും ഏറ്റെടുക്കാൻ സന്നദ്ധനാവുകയില്ല. അദൃശ്യനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സന്നദ്ധതയുള്ള, അള്ളാഹുവുമായി
അവന് വിധേയപ്പെടലിന്റെ ഒരു ബന്ധം നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നിലനിർത്തുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതും മുന്നറിയിപ്പും ഒക്കെ പ്രയോജനപ്പെടുക എന്നുകൂടി അള്ളാഹു അവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 19 മുതൽ 23 വരെയുള്ള ആയത്തുകൾ വരുന്നത്. അത് 23-ാമത്തെ ആയത്തിൽ അതിന്റെ ആശയം അവസാനിക്കുന്നില്ല. അതിന്റെ തുടർച്ചയായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഇത് നിഷേധികളുടെ ആ നിലപാടിനെ വിലയിരുത്തിക്കൊണ്ട് അള്ളാഹു നടത്തുന്ന ചില പ്രസ്താവനകളാണ് ഈ 19 മുതൽ 23 വരെ ഉള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. വമാ യസ്തവിയൽ അഅ്മാ വൽ ബസീർ, അള്ളാഹുവിടെ പറയുന്നത് കണ്ണ് കാണാത്ത അന്ധൻ, അഅ്മ കുരുടൻ എന്നോ അന്ധൻ എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ അല്ലെങ്കിൽ വിഷ്വലി ചാലഞ്ച്ഡ് ആയ ആളുകൾ. വമാ യസ്തവിയൽ അഅ്മാ വൽ ബസീർ, കാഴ്ചയുള്ള ആളുകൾ, ഇവര് രണ്ടു കൂട്ടരും സമമാവുകയില്ല, തുല്യരാവുകയില്ല, ഒരുപോലെ ആവുകയില്ല. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. പ്രത്യക്ഷത്തില് ഇത് കണ്ണ് കാണുന്നവരെ കുറിച്ചും കണ്ണ് കാണാത്തവരെ കുറിച്ചുമാണ് എന്ന് തോന്നാനിടയുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ വിവരണം കാഴ്ചയുമായി ബന്ധപ്പെട്ടതല്ല എന്നത് വൈകാതെ തന്നെ നമുക്ക് മനസ്സിലാവും. വമാ യസ്തവിയൽ അഅ്മാ വൽ ബസീർ, അങ്ങനെയാണ് ഈ ഭാഗം തുടങ്ങുന്നത്. വമാ യസ്തവിയൽ അഅ്മാ വൽ ബസീർ, അന്ധരും അതുപോലെ കാഴ്ചയുള്ളവരും തുല്യരാവുകയില്ല, ഒരുപോലെ ആവുകയില്ല. രണ്ടു കൂട്ടരുടെയും അവസ്ഥയും സാധ്യതകളും ഒന്നും ഒരുപോലെയല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കതിന്റെ ആശയപരമായ വിശദാംശങ്ങളിലേക്ക് വരാം. വലല്ലുലുമാത്തു വലന്നൂർ, തുടർന്ന് പറയുന്നത് അന്ധകാരങ്ങളും വെളിച്ചവും ഒരുപോലെ ആവുകയില്ല. വമാ യസ്തവി അല്ലുലുമാത്തു വന്നൂർ, അല്ലെങ്കിൽ അതിനോട് ചേർത്തുകൊണ്ട് വമാ യസ്തവി എന്ന് പറഞ്ഞതിലേക്ക് ചേർത്തുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. വലല്ലുലുമാത്തു വലന്നൂർ, അന്ധകാരങ്ങളും പ്രകാശവും ഒരുപോലെയല്ല. വലല്ലില്ലു വലൽ ഹറൂർ, ശീതളച്ഛായ അല്ലെങ്കിൽ തണൽ, ഒരു ഷെയ്ഡ് ഉള്ള അവസ്ഥ, അതും ചുട്ടുപൊള്ളുന്ന ചൂടും, ഹറൂർ, ഇത് രണ്ടും ഒരുപോലെയല്ല. വമാ യസ്തവിയൽ അഹ്യാഉ വലൽ അംവാത്ത്, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരുപോലെയല്ല. ജീവിച്ചിരിക്കുന്നവര് അഹ്യാ, അംവാത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആളുകൾ. അപ്പോ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയല്ല. ഈ 4 ആയത്തുകളിലായിട്ടാണ് അള്ളാഹു ഈ പ്രസ്താവന നടത്തുന്നത്. അതിനെ തുടർന്ന് ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ, നിശ്ചയമായിട്ടും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു. വമാ അൻത ബി മുസ്മിഇൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകരെ താങ്കൾ കേൾപ്പിക്കാൻ കഴിയുന്നവനല്ല. മംഫിൽ ഖുബൂർ, ഖബറിടങ്ങളിലുള്ളവരെ, ഖബറിൽ കഴിയുന്നവരെ, ശ്മശാനങ്ങളിൽ കഴിയുന്നവരെ കേൾപ്പിക്കാൻ കഴിയുന്നവനല്ല താങ്കൾ. ഇൻ അൻത ഇല്ലാ നദീർ, താങ്കൾ ഒരു താക്കീതുകാരൻ മാത്രമാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. ഈ അവസാനം വായിച്ച 2 ആയത്തുകൾ കൂടി ഈ പ്രസ്താവനകളോട് ചേർത്ത് വായിക്കുമ്പോൾ ആ ആയത്തുകൾ പൊതുവെ മൊത്തമായി ആരെ അഭിസംബോധന ചെയ്യുന്നു, എന്ത് വിഷയത്തെ പരാമർശിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അള്ളാഹു ചില വൈകല്യങ്ങളുള്ള 1-2, ഇപ്പോ ആദ്യത്തെ ആയത്തില് കാഴ്ചശേഷിയില്ലാത്ത ആളെ പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷം കേൾവിയില്ലാത്തവരുടെ കാര്യവും പരാമർശിക്കുന്നുണ്ട്. അള്ളാഹുവിടെ പറയുന്നത് അഴ്മായും ബസീറും ഒരുപോലെ ആവുകയില്ല എന്നാണ്. സമമല്ല, തുല്യമല്ല എന്നൊക്കെയാണ് പറയുന്നത്. അഴ്മായും ബസീറും
അഴ്മ എന്ന് പറഞ്ഞാൽ ഒഴുങ്ങിയുള്ളവൻ, അന്ധതയുള്ളവൻ. ബസീർ എന്ന് പറഞ്ഞാൽ ബസറുള്ളവൻ, കാഴ്ചയുള്ളവൻ, കാഴ്ചശേഷിയുള്ളവൻ. ഈ രണ്ട് തരം ആളുകളും ഒരുപോലെ ആവുകയില്ല, തുല്യരാവുകയില്ല എന്നാണ് ഇവിടെ പറയുന്ന കാര്യം. അന്ധന് കാഴ്ച പരിമിതിയുണ്ട്, അയാൾക്ക് കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. കാഴ്ചയുള്ളവന് അത് സാധിക്കും. ഇതാണ് പ്രാഥമികമായ വ്യത്യാസം. എന്നാൽ ആ കാഴ്ച പരിമിതിയുടെ വിഷയമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് തുടർന്ന് കാണാൻ കഴിയും. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ വെളിപാടുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ചില കാര്യങ്ങളൊക്കെ കണ്ണ് തുറന്ന് കാണാനും ശ്രദ്ധാപൂർവം കേൾക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ്. ജീവിതം എന്ന യാഥാർത്ഥ്യം ഏത് വിധത്തിലാണ് അതിനെ നോക്കിക്കാണേണ്ടത്, അത് എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ട സംഗതിയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ആഴത്തിലുള്ള ഉത്ബുദ്ധത പകർന്നു നൽകുന്ന വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ദൈവിക വചനങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ദൈവിക വചനങ്ങൾ കേൾക്കുന്ന ഈ ആളുകള് രണ്ട് വ്യത്യസ്തമായ വിധത്തിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അന്ധതയുള്ള ആളുകളുടെ, കാര്യങ്ങളൊന്നും കാണാനും മനസ്സിലാക്കാനും കഴിയാത്തവരുടേതുപോലെ. ഇത് യഥാർത്ഥത്തിൽ കണ്ണുകളുടെ അന്ധതയെ കുറിച്ചല്ല പറയുന്നത്. ഹൃദയത്തിന് അന്ധത ബാധിച്ച ആളുകൾക്കാണ് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ ആവുക. കാഴ്ചശേഷി, കണ്ണുകളുടെ കാഴ്ചശേഷി ഇല്ലാത്ത ആളുകളുടെ കാര്യത്തില് അവർക്ക് അതിന് പകരമാവുന്ന വേറെ പല കഴിവുകളും അള്ളാഹു നൽകിയിട്ടുണ്ടാവും. സ്പർശനത്തിലൂടെയും വാസനയിലൂടെയും കേൾവിയിലൂടെയും ഒക്കെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ഷാർപ്പ്നെസ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതായിട്ട് ഒട്ടുമിക്ക വൈകല്യങ്ങളുള്ള ആളുകളുടെയും കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ ആളുകളുടെ വിഷയം അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നതല്ല, മറിച്ച് കാര്യങ്ങളെ വേണ്ട വിധത്തില് മനനം ചെയ്തുകൊണ്ട് ഉൾക്കൊള്ളാൻ ആളുകൾ സന്നദ്ധമാവുന്നില്ല എന്നതാണ്. വേറെ ചിലര് കാര്യങ്ങള് തേടിപ്പിടിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കുന്ന പ്രകൃതമുള്ളവരാണ്. ഇവിടെ ബസീർ എന്ന പദം സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. ചിലരങ്ങനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ മനുഷ്യ രാശിക്കായിട്ടുള്ള മാർഗദർശനവുമായിട്ട് രംഗത്ത് വന്നപ്പോ അതിവിദൂരമായ ദേശങ്ങളിൽ നിന്ന് പോലും അത് തേടി അന്വേഷിച്ച് പുറപ്പെട്ട് അത് വന്ന് സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് അരികിലായുള്ള, തൊട്ട് അയൽപക്കത്തുണ്ടായിരുന്ന, അടുത്ത ബന്ധുക്കളായിരുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ആ പ്രകാശം കാണാൻ കഴിയാതിരിക്കുകയാണ്. അവരത് ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത കാണിക്കുന്നില്ല. അവർക്കെന്തോ കണ്ണുകളിൽ ഇരുട്ട് കയറിയ പോലെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് എന്തോ വേണ്ടാത്ത ഒരു സംഗതിയാണ്, ഗുണകരമല്ലാത്ത ഒരു കാര്യമാണ് എന്നൊരു തോന്നലുണ്ടായി അവര് അതിൽ നിന്ന് അകന്നു പോവുകയും ശത്രുത കാണിക്കുകയും പകയോടുകൂടി പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് തുടർന്നുണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ മുഴുവൻ മനുഷ്യർക്കും പ്രയോജനകരമായ, ഓരോ വ്യക്തിക്കും വളരെ അനിവാര്യമായ ഒരു സംഗതിയുമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വന്നിട്ടുള്ളത്. അത് കാണാൻ ഈ ആളുകൾക്ക് സാധിക്കുന്നില്ല. അവര് വേറെ നിലക്ക് പറഞ്ഞാൽ അന്ധതയുള്ള ആളുകളെ പോലെയാണ് പെരുമാറുന്നത്. യഥാർത്ഥത്തിൽ അന്ധതയുള്ള ആളുകള് അങ്ങനെയല്ല. അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മറ്റ് കഴിവുകളും അതുപോലെ വൈദഗ്ധ്യവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവര് ലക്ഷ്യം നേടുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സന്നിധിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. ഇവര് ജന്മന തന്നെ അന്ധനായിരുന്ന ആളാണ് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം. അവരെ പരാമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലൊരു
10-16 ആയത്തുകൾ ഒരു സൂറത്ത് അബസിൽ കാണാൻ സാധിക്കും. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് വലിയ താല്പര്യപൂർവം ദൈവിക മാർഗദർശനം അതിന്റെ തികവോടെ പൂർണ്ണതയോടെ തനിക്ക് പ്രയോജനം ചെയ്യണം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും സാഹചര്യവും സന്ദർഭവും ഒന്നും പോലും പരിഗണിക്കാതെ അതിന്റെ തികവോടെ നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് നബിയെ ചിലപ്പോൾ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അത് ചോദിച്ചു വാങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു അന്ന് കാണാൻ സാധിച്ചിരുന്നത്. അക്കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രയാസം ഉണ്ടായപ്പോ ഒരു മുഖത്ത് പ്രകടമായ ഒരു നീരസം, ഇതിന്റെ പേരിലാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് 10-16 ആയത്തുകൾ സൂറത്ത് അബസിന്റെ തുടക്കത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അത് ഈ ഒരു വിഷയത്തിലാണ്. അപ്പോ അന്ധത യഥാർത്ഥത്തില് ദൈവിക സന്മാർഗം ഒരാൾക്ക് ഉൾക്കൊള്ളാൻ തടസ്സമല്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് അന്ധരായ ആളുകള് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠം പഠിക്കുന്നതും അതുപോലെ അറിവ് നേടുന്നതിന് പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നതും കാഴ്ചശേഷിയുള്ള പലരെക്കാളുമേറെ വൈദഗ്ധ്യം കാണിച്ചുകൊണ്ട് വൈജ്ഞാനികമായ കാര്യങ്ങളിലൊക്കെ മുന്നേറുന്നതൊക്കെ കാണാൻ സാധിക്കും. അറിയപ്പെടുന്ന ഇപ്പോ ഈ അൽ സൗദ് ഭരണം സൗദി അറേബ്യയില് നടപ്പിലായതിനു ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ് അറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹിബ്നു ഇബ്നു ബാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പ്രമുഖനായ പണ്ഡിതൻ ജീവിച്ചിരുന്നത്. വളരെ ആഴത്തിലുള്ള വൈജ്ഞാനികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള വളരെ പ്രമുഖനായ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം വലിയ വൈദഗ്ധ്യമൊക്കെ ആ മേഖലയിൽ കാണിക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വന്നത് അന്ധത യഥാർത്ഥത്തിൽ അറിവ് നേടുന്നതിനോ മാർഗദർശനം ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ നേടുന്നതിനോ ഒന്നും തടസ്സമല്ല. ഇവിടെ അള്ളാഹു ഹൃദയങ്ങളെ ബാധിക്കുന്ന ഒരു തരം അന്ധതയെ പരാമർശിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഇവിടെ പറയുന്നത് അഴ്മയും ബസീറും ഒരുപോലെയല്ല, സമന്മാരല്ല. ഇതിന്റെ പ്രാഥമികമായ അർത്ഥതലത്തില് ഈ പറയുന്ന കാര്യത്തില് തർക്കമൊന്നും ഉണ്ടാവില്ല. ആരും അന്ധരെയും കാഴ്ചശേഷിയുള്ളവരെയും ഒരുപോലെയായിട്ട് കാണാറില്ല. അന്ധരെ ചില പരിഗണനകളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മള് സമൂഹം ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുക. പരിഷ്കൃത സമൂഹങ്ങളൊക്കെ തന്നെ അവർക്ക് പ്രത്യേകമായ പരിഗണന കൊടുക്കുന്ന പല സംവിധാനങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത് കാണാൻ കഴിയും. എല്ലാ മേഖലകളിലും അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയാണ് ചെയ്യുക, അവരുടെ ഡിസബിലിറ്റിയെ പരിഗണിച്ചുകൊണ്ട്. എന്നാൽ ഇവിടെ ആ ഒരു കാര്യമല്ല ഊന്നൽ കൊടുക്കപ്പെടുന്നത്. ഒമാ യസ്തബി അൽ അഅ്മ വൽ ബസീർ, കാഴ്ചശേഷി ഇല്ലാത്തവനും കാഴ്ചയുള്ളവനും ഒരുപോലെയല്ല. എന്നിട്ട് അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് ഈ ആശയം യഥാർത്ഥത്തിൽ കണ്ണുകളുടെ അന്ധതയെ കുറിച്ചല്ല എന്നത് വ്യക്തമാക്കുന്ന വിധത്തിലുള്ളതാണ്. വലല്ലുലുമാത്തു വലന്നൂർ. ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമാവുമല്ലോ. അന്ധകാരവും പ്രകാശവും ഒരുപോലെയല്ല എന്ന് പറഞ്ഞാൽ ശരിയായ മാർഗദർശനം പകർന്നു നൽകുന്ന ഒരു പ്രകാശം ഒരാൾക്ക് വന്നു കിട്ടുകയാണെങ്കിൽ അതും അങ്ങനെ ദൈവികമായ മാർഗദർശനം അടങ്ങിയ പ്രകാശം നൽകപ്പെടാതെ വിവിധങ്ങളായ അന്ധകാരത്തില് കഴിയേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥയും ഇത് രണ്ടും ഒരുപോലെ അല്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പല വിധത്തിലുള്ള വിവിധങ്ങളായ ലുലുമാത്തുകളുണ്ട്. ഇവിടെ ലലാമത്ത് എന്ന അന്ധകാരത്തെ മാത്രമല്ല പറയുന്നത്, അതിന്റെ ബഹുവചനാണ്. വളരെ കൂടുതൽ വ്യത്യസ്തങ്ങളായ അന്ധകാരങ്ങളാണ് മനുഷ്യന് പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. പക്ഷെ പ്രകാശം ഒന്നേ ഉള്ളൂ, ഒരേ ഒരു സ്രോതസ്സാണ്. അത് പടച്ചതമ്പുരാനിൽ നിന്നുള്ളതാണ്.
മനുഷ്യന് മാർഗദർശകമാവുന്ന പ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ ഈ വിവിധങ്ങളായ ഇരുട്ടുകളും പ്രകാശവും ഒരുപോലെയല്ല. പ്രകാശം അല്ലെങ്കിൽ ദൈവികമായ വെളിച്ചം മനുഷ്യന് എല്ലാ നിലക്കുമുള്ള വിമോചനം നൽകുന്ന ഒരു സംഗതിയാണെങ്കിൽ, വിവിധങ്ങളായ വിധത്തിലുള്ള പാരതന്ത്ര്യങ്ങൾ തീർക്കുന്ന, മനുഷ്യന് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ് ഏത് വിധത്തിലുള്ള അന്ധകാരമാണെങ്കിലും. അപ്പോ അന്ധകാരം എന്നത് ഇവിടെ ലലാലത്ത് എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകാൻ സഹായകമാവുക. വലല്ലുലുമാത്തു വലന്നൂർ, വിവിധങ്ങളായ അന്ധകാരങ്ങളും അതുപോലെ ദൈവിക പ്രകാശവും, ഇത് രണ്ടും ഒരുപോലെയല്ല. നമുക്ക് നമ്മുടെ സാമൂഹ്യ സാഹചര്യം ഒന്ന് വിലയിരുത്തിയാൽ ഈ കാര്യം വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഈ ലുലുമാത്തിന്, ലലാലത്തിന് ഒരുപാട് രൂപങ്ങളുണ്ട്. അത് സംഘടിതവും അസംഘടിതവും ഒക്കെയായ വിധത്തില് മനുഷ്യന്റെ മുന്നിൽ അവന് കാണാൻ കഴിയുന്ന, അഭിമുഖീകരിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള ഒരുപാട് മാർഗഭ്രംശങ്ങളുടേതായ പല മാർഗങ്ങളും കാണാൻ കഴിയും. എന്നാൽ പ്രകാശത്തിന്റെ, ദൈവിക മാർഗദർശനത്തിന്റെ വഴി ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ സത്യമാർഗമാണ്. ഞാൻ സംഘടനകളെയോ അല്ലെങ്കിൽ വിഭാഗങ്ങളെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്. ഒരേ ഒരു സത്യമാണ് അള്ളാഹു പ്രവാചകന്മാർ മുഖേന മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതാണ് പ്രകാശമായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ ആലോചനയില്, ചിന്തയില്, ഭാവനയിലൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ള മനുഷ്യന്റെ വികൃതമായ ചിന്തകളിൽ ഒക്കെ പിറവിയെടുത്തിട്ടുള്ള ധാരാളം തരം വഴികേടുകള് നമുക്ക് മനുഷ്യന് നേരിടേണ്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ മനുഷ്യന് തിന്മയിലേക്ക് അല്ലെങ്കിൽ മാർഗച്യുതിയിലേക്ക് നയിക്കപ്പെടുന്നതിന് കാരണമായ ഒരുപാട് വഴികള്, ഒരുപാട് അന്ധകാരത്തിന്റെ വഴികൾ കാണാൻ കഴിയും. പക്ഷെ യഥാർത്ഥ സത്യത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഒരേ ഒരു വഴിയേ ഉണ്ടാവുള്ളൂ. അപ്പൊ വലല്ലുലുമാത്തു വലന്നൂർ. തുടർന്ന് അള്ളാഹു പറയുന്നത് വലല്ലില്ലു വലൽ ഹറൂർ. അതുപോലെ ഒരു ശീതളിമ പകർന്നു തരുന്ന, ഒരു കുളിരും തണലും ഒക്കെ ഏകുന്ന വിധത്തിലുള്ള ഒരു സംഗതി, അതാണ് ലില്ല്. ലില്ല് എന്ന് പറഞ്ഞാൽ തണലാണ്, അല്ലെങ്കിൽ നിഴൽ എന്നൊക്കെയുള്ള അർത്ഥം ഉണ്ട്. അത് സമാനമായ, അത് ബന്ധപ്പെട്ട ഒരു അർത്ഥം തന്നെയാണ്. അപ്പൊ ഈ നിഴൽ വിരിച്ചു നിൽക്കുന്ന, തണലേകുന്ന ഒരു സംഗതിയും, അതുപോലെ സൂര്യതാപത്തിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്താത്ത, നമുക്ക് ഒരു രക്ഷാകവചം ഒരുക്കാത്ത, ഫുള്ളി മുഴുവനായിട്ടും സൂര്യനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ, അതാണ് കടുത്ത ചൂട് എന്ന വിധത്തിൽ ഇവിടെ പരാമർശിക്കുന്നത്. വലൽ ഹറൂർ. ഇത് രണ്ടും ഒരുപോലെയല്ല. ലില്ല് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു സംഗതിയാണെങ്കിൽ ഹറൂർ നമുക്ക് വളരെ അസഹ്യമായിട്ട് അനുഭവപ്പെടുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഇത് രണ്ടും പല പ്രയോജനങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ലില്ലിന്റെ ആവശ്യത്തിന് ഹറൂറോ, ഹറൂറിന്റെ ആവശ്യത്തിന് ലില്ലോ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല കാണാൻ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാറുള്ളത്. ഇത് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വ്യത്യസ്തമായ പ്രതിഭാസങ്ങളാണ്. വമാ യസ്തബി അൽ അഹിയാഉ വലൽ അംവാത്ത്. അതേപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയല്ല. ഇവിടെ നമ്മൾ സാധാരണ പരാമർശിക്കാറുള്ള മരണവും അതുപോലെ തന്നെ ജീവിതവും എന്ന് ധരിക്കേണ്ടതില്ല. യഥാർത്ഥത്തില് ആളുകള് ബയോളജിക്കലായിട്ട് അല്ലെങ്കിൽ പരിശോധനയില് വൈദ്യശാസ്ത്രപരമായിട്ട് ജീവിച്ചിരിക്കുന്ന ആളാണ്, മരിച്ചിട്ടില്ല എന്ന് പറയാമെങ്കിലും പലപ്പോഴും അയാള് മനം ചത്ത ഒരവസ്ഥയിൽ ആയിരിക്കും. അപ്പോ പ്രത്യേകിച്ച് ഒരു പ്രവാചക ദൗത്യത്തിന്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ
എന്തു തന്നെ യുക്തിഭദ്രമായ വിധത്തില് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പ്രവാചകൻ നിർവഹിക്കുകയാണെങ്കിൽ പോലും അതൊന്നും യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ ഒരു പ്രതികരണവും പ്രതിഫലനവും ഉണ്ടാക്കാത്ത തരം ആളുകളുണ്ട്. ചില ആളുകളിൽ അത് വേഗം കത്തിപ്പിടിക്കും, കാര്യങ്ങൾ അവർക്ക് എളുപ്പത്തിൽ സ്ട്രൈക്ക് ചെയ്യും, വേഗം അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അത് അവരുടെ മനസ്സ് അതിനോട് വളരെ പോസിറ്റീവായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നവരാണ്. വേറെ ചിലരുടേത് നമ്മൾ എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും അവരെന്തോ ജീവിച്ചിരിപ്പില്ലേ, മരിച്ചുപോയ ആളുകളാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന വിധത്തിൽ, ഇതൊന്നും അങ്ങോട്ട് കയറിയിട്ടേ ഇല്ലാത്ത വിധത്തിലായിരിക്കും അവരുടെ പ്രതികരണം. അപ്പൊ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ രണ്ട് വ്യത്യസ്തമായ വിധങ്ങളിലും അതിനോട് പ്രതികരിച്ച ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അത് ആഗ്രഹിച്ച് തേടിക്കൊണ്ടിരുന്ന, സത്യം കണ്ടെത്തിയാൽ അത് സ്വീകരിക്കണമെന്നും അത് പിന്തുടരണമെന്നും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നവരും ഉണ്ട്. അത് എത്ര തന്നെ നമുക്ക് വേണ്ടി പരിശ്രമിച്ച് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അതിനോട് ഒരു പ്രതികരണവും കാണിക്കാത്ത, അതിനെ പോസിറ്റീവായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാത്ത തരം ആളുകളും, ഇത് രണ്ടും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ടു കൂട്ടരും ഒരുപോലെ അല്ല എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വമാ യസ്തവിയൽ അഹിയാഉ വലൽ അംവാത്ത്. ചിലര് ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്, പക്ഷെ ഈ വക കാര്യങ്ങളിൽ സത്യം മനസ്സിലാക്കുന്നതിലും കാര്യങ്ങൾ ദൈക്ഷണികമായി ഉൾക്കൊള്ളുന്നതിലൊക്കെ മരിച്ചവരെ പോലെയാണ് യഥാർത്ഥത്തിൽ അവര് ജീവിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അവരുടെ മസ്തിഷ്കമോ അതുപോലെ യുക്തിബോധമോ ഒന്നും പ്രവർത്തനക്ഷമമായിട്ടല്ല ഉള്ളത്. എന്നിട്ട് ഈ കാര്യം, ഈ വിവരണങ്ങള് യഥാർത്ഥത്തിൽ ഇവിടെ പരാമർശിക്കപ്പെട്ട പദങ്ങളുടെ അർത്ഥതലത്തിലുള്ള ഒരു കാര്യമല്ല പറയുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് തുടർന്ന് അള്ളാഹു കാര്യം വ്യക്തമാക്കുന്നത്. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ. നിശ്ചയമായിട്ടും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു. അത് അള്ളാഹു ഈ ദൈവിക വചനങ്ങള് കാതുകൊണ്ട് കേൾക്കുന്ന ഒരു കാര്യമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെയും കാതുകളിൽ ഇത് പതിയുന്നുണ്ടാവും, ചെന്ന് പതിക്കുന്നുണ്ടാവും. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുന്നവരായിട്ട് വളരെ കുറച്ചു പേര് മാത്രമാണ് പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കേൾക്കുന്നുണ്ടാവും, ചെവിയിൽ കാതുകളിൽ ഈ ശബ്ദം എത്തുന്നു എന്ന് അതിന്റെ അർത്ഥം അത് അവർ ഉൾക്കൊള്ളുന്നു എന്നോ അത് പ്രയോജനപ്പെടുത്തുന്നു എന്നോ ഒന്നുമല്ല. ഇന്നല്ലാഹു യുസ്മിഉ മൻ യശാ. അത് അള്ളാഹുവിന്റെ മശീഅത്ത് പ്രകാരമാണ് അത് സംഭവിക്കുന്നത്. ചില ആളുകൾക്ക് അത് കേട്ട് പ്രയോജനം ചെയ്യാൻ അള്ളാഹുവിന്റെ ഇച്ഛയാൽ തീരുമാനിച്ചിട്ടുണ്ടാകും, അവർക്കത് പ്രയോജനം ചെയ്യും. വേറെ ചിലരുടെ കാര്യത്തിൽ അവരുടെ കാര്യത്തിലുള്ള അള്ളാഹുവിന്റെ മശീഅത്ത് അത് പ്രയോജനം ചെയ്യണം എന്നുള്ള നിലക്കാവില്ല. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇന്നല്ലാഹു യുസ്മിഉ മൻ യശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു കേൾപ്പിക്കുന്നു. അതിന് അർഹതയുള്ള ആളുകളെയാണ് അള്ളാഹു കേൾപ്പിക്കുക. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. കുഴിമാടങ്ങളിലുള്ള, ഖബറിടങ്ങളിലുള്ള ആളുകളെ പ്രവാചകരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ചില ആളുകൾ ഖബറിടങ്ങളിലുള്ള പോലെയാണ്. അവര് മറമാടപ്പെട്ട ആളുകളെ പോലെയാണ്, ജീവിച്ചിരിപ്പില്ല എന്ന് തോന്നും. അവർക്ക് ഈ കാര്യങ്ങള്, ഇത്രയും ഗംഭീരമായ സംഗതികൾ കേൾപ്പിക്കപ്പെടുമ്പോ അത് കേൾക്കുന്ന വിധത്തിലുള്ള യാതൊരു പ്രതികരണവും കാണിക്കാത്ത ആളുകളെ കാണുമ്പോൾ അവരൊക്കെ മരിച്ച് മറമാടപ്പെട്ടു പോയ ആളുകളാണോ എന്ന് തോന്നുന്ന വിധത്തിലാണ് നമുക്കത് അനുഭവപ്പെടുക. ഇത് അതിന്റെ പ്രാഥമിക തലത്തിൽ മരിച്ചിട്ട് ഖബറടക്കപ്പെട്ട ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത് എന്ന വിധത്തിലൊരു വായന നടത്തുന്നതിന് തെറ്റൊന്നുമില്ല. അതല്ല പ്രാഥമികമായിട്ടുള്ള ഈ അർത്ഥമല്ല യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നത്
ഈ അഹിയാഉം അംബാത്തും അതുപോലെ ലില്ലും ഹെറൂറും അതുപോലെയുള്ള പ്രയോഗങ്ങൾ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വ്യക്തമാകും. അപ്പോ ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. അപ്പോ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു, മരിച്ചു പോയവരെ അല്ലെങ്കിൽ ഖബറിടങ്ങളിലുള്ളവരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല, അങ്ങനെ ആര് കേൾക്കണം, ആര് കേൾക്കരുത്, ആര് പ്രയോജനം നേടണം, ആര് പ്രയോജനം നേടരുത് എന്നതൊന്നും തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനല്ലതാണ്. അത് അള്ളാഹുവിന്റെ മശീഅത്തിനെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. ഇൻ അൻത ഇല്ലാ നദീർ. താങ്കൾ ഒരു താക്കീതുകാരൻ മാത്രമാണ്. അവര് താക്കീത് ചെയ്യുക എന്നതാണ് താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം. ആരൊക്കെ താക്കീത് പ്രയോജനപ്പെടുത്തണം, താക്കീതിന്റെ ഫലം ആർക്കൊക്കെ ഉണ്ടാകണം എന്നതൊന്നും തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനല്ല. അത് അള്ളാഹു തീരുമാനിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ മശീഅത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ കാര്യം ഉണ്ടാവുക. അപ്പൊ ഈ കാര്യമാണ് അള്ളാഹു മക്കയിലെ ആ പ്രബോധിത സമൂഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ പ്രതികരണങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇവിടെ പറയുന്നത്. വമാ യസ്തവിയൽ അഅ്മാ വൽ ബസീർ. കണ്ണ് കാണാത്തവനും കണ്ണ് കാണുന്നവനും സമമാവുകയില്ല, ഒരുപോലെ ആവുകയില്ല. കാര്യങ്ങളെ ഉൾക്കാഴ്ചയോടുകൂടി കണ്ട് ശ്രദ്ധാപൂർവം മനസ്സിലാക്കി അത് പ്രയോജനം ചെയ്യുന്ന ആളുകൾ, അവര് അവരുടെ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവര് അള്ളാഹുവിന്റെ പ്രവാചകനെ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കും. അത് ദൃഷ്ടികള് കാഴ്ചയുള്ളത് അല്ലാതായി അല്ലെങ്കിൽ കാഴ്ചയുള്ളതായി എന്നതിനെ ആശ്രയിച്ചുകൊണ്ടുള്ളതല്ല. അപ്പൊ ഇവിടെ ആന്തരികമായ മനസ്സിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞ ആളുകൾ, സത്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധത പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുള്ള ആളുകൾ, അത്തരം ആളുകളെയാണ് ഈ അഅ്മ എന്ന പരാമർശം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ്. വമാ യസ്തവിയൽ അഅ്മ വൽ ബസീർ. എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സത്യം കാണാനും ഉൾക്കൊള്ളാനും ശ്രമിക്കുന്ന ആളും അതിന് കൂട്ടാക്കാതിരിക്കുന്ന ആളും ഒരുപോലെയല്ല. വലല്ലുലുമാത്തു വലന്നൂർ. ഇനി ഇരുട്ടുകള്, അന്ധകാരങ്ങള്, വിവിധങ്ങളായ അന്ധകാരങ്ങള്, അതും ദൈവിക പ്രകാശവും ഒരുപോലെയല്ല. വലല്ലില്ലു വലലഹറൂർ. തണലും അതുപോലെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയും ഒരുപോലെയല്ല. വമാ യസ്തവിയൽ അഹിയാഉ വലൽ അംവാത്ത്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെയല്ല. ഇന്നല്ലാഹ യുസ്മിഉ മൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് കേൾപ്പിക്കുന്നത്. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. കുഴിമാടങ്ങളിലുള്ള മറമാടപ്പെട്ട ആളുകളെ കേൾപ്പിക്കുക എന്നത് താങ്കൾക്ക് സാധ്യമല്ല. എത്ര തന്നെ പ്രയത്നിച്ചാലും ചില ആളുകളെ സത്യം ബോധ്യപ്പെടുത്താനും സത്യത്തിനോട് പ്രതികരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരാകാനും ഒന്നും ആ വിധത്തിൽ അവരെ ആക്കി മാറ്റാൻ അല്ലെങ്കിൽ ആ നിലക്ക് അവരിൽ നിന്ന് പ്രതികരണം ഉണ്ടാക്കാൻ താങ്കൾക്ക് സാധിക്കണമെന്നില്ല. ഇൻ അൻത ഇല്ലാ നദീർ. താങ്കളുടെ ദൗത്യം ഇതാണ്, ഇൻദാറാണ്, താക്കീത് നൽകുക, ഉണർത്തുക എന്നതാണ്. അപ്പൊ ഈ കാര്യം അവരെ ഉണർത്തുക, അവർക്ക് ഒരു മുന്നറിയിപ്പും താക്കീതും ഒക്കെയായിട്ട് കാര്യങ്ങൾ കേൾപ്പിക്കുക, ഇതൊക്കെയാണ് താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം. അത് ആര് പ്രയോജനപ്പെടുത്തുന്നു, ആർക്കൊക്കെ പ്രയോജനപ്പെടാതെ പോകുന്നു എന്നതൊന്നും തീരുമാനിക്കാൻ താങ്കൾക്ക് സാധിക്കുകയില്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ആശയങ്ങളുടെ ഒരു തുടർച്ച തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതലായിട്ട് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ വിവിധങ്ങളായ സൂചനകൾ തുടർന്നുള്ള ആയത്തുകൾ കൂടി വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.